Good afternoon. Good afternoon, ma'am. Exam ആയതുകൊണ്ടാണോ കുറെ പേര് കാണാത്തത്? Okay, so we can start. Anyone is ready to do prayer? Good afternoon. കേറിനുണ്ടോ പ്രേയറിന്? അതോ സൈലന്റ് ആയി തന്നെ പ്രേയർ ചെയ്യാനാണോ? മക്കളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അവരാരും ഇല്ലേ? It's okay, no problem. We can start with a silent prayer. We don't have much time to lapse. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു? കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്ന യൂണിറ്റിലെ കുറച്ച് പോർഷൻസ് കൂടെ തീരാനുണ്ട്. സൂപ്പർവിഷൻ എടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അത് സെമിനാർ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു പീപ്പിൾ ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അതിലൊക്കെ ടെക്സ്റ്റ് ഉണ്ടാവുന്ന കരുതുന്നു. എന്നാലും എനിവേ ആ ഷെയർ. കാണാമോ? കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ആ ലാസ്റ്റ് ടോപ്പിക് എവിടം വരെയാണെന്ന് പറയാമോ? ജസ്റ്റ് മറന്നു. എവിടെ വരെ എടുത്തു? Students' involvement and students' participation. അത് കഴിഞ്ഞെടുത്തല്ലോ ഒരു കുട്ടി സെമിനാർ എടുത്തു, സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. Yeah, yes. Yes, okay. Sorry. It happens. ഇതൊക്കെ കഴിഞ്ഞതല്ലേ? Courses manage അതൊക്കെ ഒരു
കുറെ കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന പോലെ തോന്നുന്നു. Page 27. ടീച്ചേഴ്സ് റോൾ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് എടുക്കണ്ടേ? അതെ മാം. യൂണിറ്റ് ഏതാ മാം ഇത്? യൂണിറ്റ് Unit 2 അല്ലേ? യൂണിറ്റ് 3. Unit 2. യൂണിറ്റ് 2 അല്ലേ? 3 അശ്വതി മിസ് അല്ലേ ഇവിടെ? നമ്മൾ 1 കഴിഞ്ഞു, 2 ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. 3 അശ്വതി മിസ് എടുത്തു. 6th യൂണിറ്റും അശ്വതി മിസ് എടുത്ത് കഴിഞ്ഞോ? സ്കൂൾ ഇൻസ്പെക്ഷൻ. കുറച്ചുകൂടി ഉണ്ട്. ഓക്കെ, അപർണ മിസ് മോഡ്യൂൾ 5-ലെ ഫസ്റ്റ് യൂണിറ്റ് ആണോ? ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, എനിവേ നിങ്ങള് അസൈൻമെന്റ് സെമിനാറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കട്ടോ, എക്സാമിന് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുക. കാരണം സൂപ്പർവിഷനിൽ ഞാനൊരു അസൈൻമെന്റ് തരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊരു 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് ചെയ്തില്ലായിരുന്നു, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ 3 ബുക്ക് റീഡിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അബൌട്ട് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. അത് റീഡ് ചെയ്ത് അതിന്റെ റിവ്യൂ എഴുതാനായിട്ട്. അതുപോലെ സിമിലർ ഇവിടെയുണ്ട്. അത് അതെന്ന് പറയാൻ നമുക്ക് ബുക്ക് സെർച്ച് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നിങ്ങൾ ഓതറിനെ സെർച്ച് ചെയ്തിട്ട് അവരുടെ ആ സൂപ്പർവിഷനെ കുറിച്ച് അവർ എഴുതിയ ബുക്സിനെ പറ്റിയുള്ള റിവ്യൂ ആണ് ചെയ്യേണ്ടത്. ഇച്ചിരി പണിയുണ്ട്. എനിക്ക് കിട്ടുന്ന ഡേറ്റാസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അതൊരു അസൈൻമെന്റ് ആയിട്ട് എല്ലാവരും ചെയ്യണം, സൂപ്പർവിഷൻ. ഓക്കെ, ഇനി അതല്ല ആർക്കെങ്കിലും ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അത് സെമിനാർ ആയിട്ട് ഞാൻ എടുക്കാം. ആഫ്റ്റർ ദാറ്റ് ബാക്കിയുള്ളവര് അസൈൻമെന്റ് ആയിട്ട് എഴുതാം, എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ സെമിനാർ ആയിട്ട് എടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ അത് നേരത്തെ പറയണം. അപ്പൊ അവരുടെ സെമിനാർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേറ്റ കിട്ടും, അത് വെച്ചിട്ട് അസൈൻമെന്റ് ബാക്കിയുള്ളവർ എന്തായാലും അത് അസൈൻമെന്റ് എഴുതണം. സെമിനാർ ആരെങ്കിലും എടുക്കുവാണെങ്കിൽ അവർ സെമിനാർ എഴുതി സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്കിയുള്ളവർ അത് അസൈൻമെന്റ് ആയിട്ട് എന്തായാലും എഴുതണം. ഓക്കെ, നമ്മളിപ്പോ ടീച്ചർ റോൾ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂമിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ടീച്ചറായിട്ടാണ് അല്ലെ. ഈവൻ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ്, അവരിലേക്ക് പല കാര്യങ്ങളും പറയാനുള്ള ചാനലായിട്ട് പലപ്പോഴും ടീച്ചേഴ്സിന് കുട്ടികൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളും അതുപോലുള്ള ഓരോ ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലേ. പലപ്പോഴും എന്നെ ഇൻഫോം ചെയ്യാറുണ്ട് പല കാര്യങ്ങളും, നേരിട്ടും ചെയ്യാറുണ്ട്, പലപ്പോഴും ഒരു ചാനൽ എന്നുള്ള രീതിയിൽ എന്നോട് പറയാറുണ്ട്. അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് ടീച്ചറുടെ റോൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു തോന്നുന്നു. ലൈക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെവറൽ റോൾസ് ഉണ്ട്. Even though it is classroom management, basically he is a manager, or he or she, whoever it is, ഒരു മാനേജർ തന്നെയാണ്, ഒരു ഫിലോസഫർ ആണ്. സംടൈംസ് ഹി ഈസ് ഗൈഡ്. കണ്ടിട്ടില്ലേ ചില യൂട്യൂബ് വീഡിയോസിൽ കാണാനോ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികളുടെ കൂടെ ചേർന്ന് അവർ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുന്ന പല ടീച്ചർമാരും അല്ലെ. അപ്പൊ അവരൊരു ഫ്രണ്ട്, ആ ഒരു രീതിയിൽ ആ ഒരു ടീച്ചർക്ക് അതോറിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Responsibility and accountability somewhat similar, but there is a slight difference. More than slight എന്ന് തന്നെ പറയാം. അതുപോലൊരു ഡിഫറൻസ് ഉണ്ട്. അത് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളോടോ ഒരു കാര്യത്തോടോ ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി ടു സമ്മൺ ഓർ സംതിങ്, ആ ഒരു മീനിങ് വരുന്നത്. നിങ്ങളുടെ PGയുടെ ടെക്സ്റ്റ് ഡിപ്ലോമ ടോപ്പിക്കിന്റെ ടെക്സ്റ്റ് ചെയ്തും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം ന്യൂ വേർഡ്സ് ആണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത പല വേർഡും വരാം. കോമൺ ആയിട്ടുള്ള വേർഡ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം അവര് കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. ഈവൻ ഒരു വേർഡ്സ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഒക്കെ മാറിയാൽ തന്നെ മീനിങ് മാറും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പലപ്പോഴും തന്നിട്ടുള്ള ഓതേഴ്സിന്റെ പേര് വരെ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, ടൈപ്പോ വരാം അല്ലെ. ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം തന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ മെഷീൻ ലാംഗ്വേജ് ആണല്ലോ. അങ്ങനെ വരുമ്പോഴും പ്രശ്നം വരാം. അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ബാച്ചുകൾക്ക് എന്തായാലും ഒരു കറക്റ്റഡ് വേർഷൻ കിട്ടും. കാരണം എല്ലാ ടെക്സ്റ്റുകളും ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്.
എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് പോകും. ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അതോറിറ്റി, ലീഡർഷിപ്പ്, ക്ലാസ് റൂം മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അധ്യാപകനെ ഭീഷണിപ്പെടുത്തി, അധ്യാപികയോട് വളരെ മോശമായ രീതിയിൽ അബ്യൂസീവായിട്ട് സംസാരിച്ചു, അധ്യാപിക ക്ലാസ് എടുക്കുമ്പോൾ മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുത്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ കുട്ടികളുടെ പല രീതികൾ. ആ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുക, അതൊക്കെ നല്ല വെക്കേഷനൊക്കെ ആയി എക്സാം എല്ലാം കഴിയുമ്പോഴേക്കും കുറെ ടീച്ചർ ലീഡിങ് ക്യാരക്ടേഴ്സ് വരുന്ന കുറെ മൂവീസ് ഉണ്ട്. ഞാനൊരു 3 എന്റെ ഓർമ്മയിലുണ്ട്. ഒന്ന് സൂപ്പർ 30, ഋതിക് റോഷന്റെ ഒരു മൂവി, അത് നടന്നൊരു സംഭവമാണ് അത്. പിന്നെ ജ്യോതികയുടെ പേര്, ഒരു ടീച്ചറായിട്ട് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഒരിടത്ത് വരുന്നത്. പിന്നെ കണ്ടത് ഇവര് പേരൊന്നും ഓർമ്മ ഇല്ല. കാജലിന്റെ കസിൻ ആരാണ് പേര് ഞാൻ പറഞ്ഞു. എന്റെ ഷാരൂഖ് ഖാന്റെ പേരായിട്ട് കാജലും പിന്നെ ആരായിരുന്നു വന്നിരുന്നത് ആ മൂവിയില്? കൊച്ചു കൊച്ചു ഹോത്തായാല് പേരൊന്നും കിട്ടുന്നില്ലേ? റാണി പ്രീതി സിന്റെ റാണി മുഖർജി. റാണി മുഖർജി. അത് റാണിയിൽ വരുന്നുണ്ട്, ബാക്കി കിട്ടാത്തതാണ്. അത് തന്നെയാണ് ഒരു സംശയം. അവരുടെ ഒരു മൂവി രാക്ഷസി മൂവിയാണോ മാം ജ്യോതികയുടെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടതേ ഉള്ളൂ. ആണോ? അതൊക്കെ കാണുമ്പോഴേക്കും നമുക്കൊരു ഇൻസ്പിറേഷനാ. വി ക്യാൻ ഡു മോർ എന്നുള്ളൊരു ഫീല് വരും. വി ഹാവ് ദ പൊട്ടൻഷ്യൽ എന്നുള്ളൊരു ഫീൽ. മലയാളത്തിൽ തന്നെ മാണിക്യക്കല്ലുണ്ടല്ലോ. മാണിക്യം. അത് നടന്ന കഥയാ സുജാത? അതെ അതെ, നടന്ന സംഭവ. ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നില്ലേ, ഞാനൊരു പ്രോഗ്രാം അഡോളസന്റ് ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ നടത്തുന്നില്ലേ, ആ പ്രോഗ്രാമിന്റെ ഫൗണ്ടർ സാറാണ് ആ ഒരു സ്കൂളിനെ അങ്ങനെ മാറ്റിയെടുത്തത്. ഞാൻ പോകുന്ന സ്കൂളിലെ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഫൗണ്ടറും സാറാണ്. സാറ് ഇതുപോലെ ആലപ്പുഴയിലുള്ള ആ ഒരു സ്കൂളില്, മുഹമ്മദിയൻ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ ബോയ്സ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തൊരു ഫംഗ്ഷണൽ സ്പീച്ചിന് പോയതാ. സാർ അവിടെ ഭയങ്കര പ്രസംഗിക്കുവാണേ. കുട്ടികൾ കൂകി വിട്ടു സാറിനെ, ബോയ്സ്. അപ്പൊ അവിടുത്തെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ആരും ജയിക്കില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര മോശമായ സ്കൂള്. സ്റ്റേജിൽ ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ബാക്ക് സൈഡിൽ കുട്ടികൾ സ്മോക്ക് ചെയ്യുന്നു, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നു, കുറെ പേര് വോമിറ്റ് ചെയ്യുന്നു അവിടെ തന്നെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് സാർ അവിടെ പോകുന്നത്. സാറിനെ അവിടെ നിന്ന് കൂകി അവിടെ നിന്ന് ഇറക്കി വിടുമായിരുന്നു. എന്നിട്ട് സാറ് പക്ഷെ കൂകി സാറിനപ്പോ ഒരു നാണക്കേടൊക്കെ ഫീൽ ചെയ്തെങ്കിലും സാറ് ചിന്തിച്ചു, ഞാൻ ഇനി ഈ സ്കൂളിൽ വരും, ഈ കുട്ടികളെ മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ സാറ് അന്വേഷിച്ചു. അപ്പൊ അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിലിം ഡയറക്ടർ ഫാസിലാണ്. എന്റെ ഈ സാറിന്റെ പേരും ഫാസിൽ എന്നാട്ടോ. ഫിലിം ഡയറക്ടർ ഫാസിലാണ്. അങ്ങനെ അവിടെ പഠിച്ചിറങ്ങിയ ഈ പറഞ്ഞ ഫിലിം ഫീൽഡിലുള്ള നെടുമുടി വേണു, അങ്ങനെ എല്ലാരെയും കോർഡിനേറ്റ് ചെയ്ത് ആ സ്കൂളിൽ വന്ന് ക്യാമ്പ് ചെയ്ത് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ആ സ്കൂളിലെ ഏകദേശം 50% പേര് മാത്രമേ SLC പാസ്സാകുള്ളൂ എന്നൊരു കണക്കൂട്ടലായിരുന്നു അവിടുത്തെ അധ്യാപകർക്ക്. പക്ഷെ കുറേ ഇന്റർവെൻഷൻസ് നടത്തി 100% പാസ് അവിടെ നടത്തി. ഇപ്പൊ അവിടെ അഡ്മിഷന് ഭയങ്കര ഡിമാൻഡാന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ആ സ്കൂള് അന്ന് തുടങ്ങി പിന്നെ 100% വിജയം ആ ഒരു രീതിയിലായിരുന്നു. ആ ഒരു ടീമാണ് മാണിക്യക്കല്ല് മൂവി ആക്കാനുണ്ടായ ഒരു പ്രചോദനം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അലിഗേഷൻസ് നമ്മുടെ ഈ സാറിന് അഗേൻസ്റ്റ് വന്നു, ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. എന്നിട്ട് അതില് കമ്മീഷന് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയപ്പോ എന്നെ അവര് തടഞ്ഞിട്ട് പറഞ്ഞില്ലേ, അത് ഈ സാറാണ്, നമ്മുടെ ഫാസിൽ സാറ്. ഫാസിൽ സാറാണ് ശരിക്കും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ കോ-ഫൗണ്ടർ. അദ്ദേഹം അതിന്റെ ഒരു ഐഡിയ ആണ്. സാറിന് ഒത്തിരി ഐഡിയാസ് ഉണ്ട്, അപ്ലൈ ചെയ്യാനായിട്ട് സാറിന് അത് പറ്റാറില്ല. സാറിന് ഈ ഐഡിയ വരാൻ കാരണം വെച്ചാൽ സാർ ഇതുപോലെ ഒരു സ്കൂളിൽ ചെന്നപ്പോ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ കൂടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ നടക്കുക. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന കണ്ടുകൊണ്ട് പ്രിൻസിപ്പള് വേഗം തന്നെ പേടിച്ച് വിറച്ച് ഫാസിൽ സാറിനെ വിളിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക്, വേഗം പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോയി. അപ്പൊ സാറ് ചോദിച്ചു, സാർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവന്റെ കയ്യിൽ കത്തിയുണ്ട്, അവൻ ഉപദ്രവിക്കാൻ വേണ്ടി പതുങ്ങി നിന്നാന്ന് പറഞ്ഞു. സാർ ഉള്ളത് കൊണ്ടാണ് അവൻ എന്നെ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പൊ ഫാസിൽ സാറ് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ നിയമത്തെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുന്ന രീതിയിൽ അവരെ തന്നെ ഒന്ന് മാറ്റിയെടുത്താലോ എന്ന് സാറിന്റെ മനസ്സിൽ വന്ന ഐഡിയ ആണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്.
അങ്ങനെ സാറിന്റെ ഒരു ഐഡിയ ആയ അഗ്നിപ്പറവുകളിലാണ് ഞാൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യണത്. അത് ആ സാറ് വർക്ക് ചെയ്യുന്ന ആ സ്കൂളിലായിരുന്നു. അങ്ങനെ സാറിനെതിരെ വേറെ ചില കാര്യങ്ങൾക്കുള്ള അലിഗേഷൻസ് അങ്ങനെ വന്നു. അങ്ങനെ അഗ്നിപ്പറവുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മള് ഗവൺമെന്റിന്റെ ഓർഡർ കിട്ടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലേക്കും അത് വരും കരിക്കുലത്തിന്റെ ഭാഗമായിട്ട്. അതിനുള്ള മൂവ്മെന്റ്സ് ഒക്കെയാണ് നടക്കുന്നത്. അതല്ലേ, നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ എതിർക്കാൻ കുറെ പേരുണ്ടാവും. ഓരോ കാര്യങ്ങള് അത് കറക്റ്റാ മാം പറഞ്ഞു. സാറ് ശരിക്കും എന്താ പറയാ, കുപ്പത്തൊട്ടിയിലെ മാണിക്യവാ. സാറിന് ആരും തിരിച്ചറിയില്ല പെട്ടെന്ന്. അങ്ങനെ ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ. APJ അബ്ദുൽ കലാമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് ഭയങ്കര ഒരു ഇൻസൈറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് സാർ അഗ്നിപ്പറവുകൾ എന്നുള്ള ആ പ്രോഗ്രാം സാറിന്റെ മനസ്സിൽ വരുന്നത്. സാറ് ബാക്ക് ബെഞ്ചേഴ്സിലാണ് എന്ന് പറഞ്ഞിട്ട് APJയുടെ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ച് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറെ പൊട്ടൻഷ്യൽസ് ഉള്ളിലുണ്ട്, പക്ഷെ അവർക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നില്ല. അവരെ ഒന്ന് ട്രിഗർ ചെയ്ത് എൻലൈറ്റൻ ചെയ്യണം. ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ അഗ്നിപ്പറവുകളാക്കി മാറ്റണം. വിങ്സ് ഓഫ് ഫയറിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് പേര് അങ്ങനെ അഗ്നിപ്പറവുകൾ എന്നാക്കിയത്. അങ്ങനെ നല്ല രീതിയിൽ ആ പ്രോഗ്രാം ഒക്കെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കുറച്ച് അലിഗേഷൻസ് ഒക്കെ വന്നത്. അലിഗേഷൻസ് പ്രോഗ്രാമിന് അഗെയിൻസ്റ്റ് അല്ല, സാറിന്റെ ചില ആക്ടിവിറ്റീസ് സാറ് പ്രിൻസിപ്പൽ സാറ് ദുരുപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടേ. സാർ അവിടെ കൂടുതലായിട്ട് കുട്ടികളെ കൊണ്ട് സ്പോർട്സിലും പല പല കാര്യങ്ങളിലും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് കുറെ ചെയ്തു. ഔട്ട് ഓഫ് ദ സിലബസ് ചെയ്തു. അതാണ് സാറിനെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ വന്നത്. ഓക്കെ, എനിവേ സാർ ഇപ്പൊ ഓക്കെയാണ്. അത് കേസല്ലേ, അതെങ്ങനെ നീണ്ടു പോവാം. പക്ഷെ എന്നെ അവര് തടഞ്ഞു. റിപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോ എന്നെ സമ്മതിച്ചില്ല, അവിടെ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തോ പേടിക്കുന്നുണ്ട്, ഞാൻ പറയുമ്പോഴേക്കും അത് സാറിന് സപ്പോർട്ടിങ് ആയി പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം, അറിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഒരു ടീച്ചർ പലപ്പോഴും പല സെൻസിറ്റീവ് റാണി മുഖർജിയുടെ മൂവിയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അതില് റാണിക്കൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഒരു നെർവ് ഇഷ്യൂ. ഇങ്ങനെ പെട്ടെന്ന് സൗണ്ട് ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ താടിക്കിട്ട് ഇങ്ങനെ തട്ടുമ്പോഴാണ് അവരൊന്ന് നോർമൽ ആകുന്നത്. അങ്ങനെ ഒരു അവർക്ക് ടീച്ചർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അവർ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ, അതായത് മിനിറ്റിന് ഇടയ്ക്ക് ഈ ഒരു ഇത് വരും. അപ്പോൾ കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് പോലും അവർക്ക്, 5 മിനിറ്റ്സ് പോലും ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. ഈ ഒരു ഇഷ്യൂ വരും. ഒരു ഹിക്കപ്സ് അല്ല, ഒരു തരം ശബ്ദം വരും. അപ്പൊ താടിക്കിട്ട് ഇങ്ങനെ തട്ടിയാണ് അവരത് ശരിയാക്കുന്നത്. ആ ഒരു മൂവിയെ പറ്റിയോ ഒന്ന് കാണുമോ? നല്ല രസമാണ്. അങ്ങനെ അവര് ഈ ഒരു സ്ഥലത്തിന്റെ എന്തോ പേര് വിളിച്ചിട്ടല്ലേ ആ ഒരു സൗണ്ട്. എന്താ കേട്ടില്ല? ഈ മൂവി ഞാൻ കണ്ടു. റാണി മുഖർജി ഉള്ള മൂവിയാണോ? അതെ. ഹിച്കി എന്ന് പറഞ്ഞൊരു മൂവിയാണോ അമ്മ? അതെ പറഞ്ഞ അത് ബന്ധപ്പെട്ട എന്തോ ആ ഒരു ഡിസീസിന്റെ എന്തോ പേരാണ് ആ മൂവിക്കുള്ളത്. ആ സൗണ്ട് ഉണ്ടാക്ക ആ മൂവിയില്. അതെ. ഹിച്കിന്നോ അങ്ങനെ എന്തോന്നോ? അതെ, നല്ലൊരു മൂവി. അതും ഒരു ടീച്ചറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു മൂവി ആയിട്ട് അത് നല്ലൊരു മൂവിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അത് കണ്ടിരുന്നു മാം. നല്ലൊരു മൂവിയാണ് അത്. അതെ. അപ്പൊ ടീച്ചർ, എല്ലാരും ടീച്ചർമാരാകാൻ പോകുന്നല്ലേ. നമ്മള് ടീച്ചർ എന്നുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നോർമലി ടീച്ചർ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് അവരുടെ റോളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സംടൈംസ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രിവാലന്റ് സ്റ്റേജ്, അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ഒരു എന്താ പറയാ, ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എംപ്ലോയി എ സൂട്ടബിൾ മോഡൽ ഓഫ് ഡിസിപ്ലിൻ. അതായത് ഒരു എൻഗേജ് ചെയ്യണം എപ്പോഴും ആ ഒരു ഡിസിപ്ലിന്റെ മോഡൽ. ആ ഒരു സാറ് അല്ലെങ്കിൽ ടീച്ചർ ഹൂവർ ഇറ്റ് ഈസ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കോറിഡോറിലൂടെ പോകുമ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്നതാണ് ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ. അപ്പൊ അതുപോലെ ഒരു ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, പിന്നെ കുട്ടികളോട് നല്ലൊരു കണക്ഷൻ വേണം, എമ്പതി വേണം. കുട്ടികളാണെങ്കിലും അവരുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് നോക്കണം, എമ്പതി. ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് എപ്പോഴും ഒരു ടീച്ചർക്ക് വേണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെയിം ടൈം സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സ് ആൻഡ് പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും ഓവർ ഇറ്റ് ഈസ് ബാക്കിയുള്ള സ്റ്റാഫുമായിട്ട് ആ ഒരു സോഷ്യൽ റിലേഷൻസും വേണം.
റോൾസ് നമ്മൾ പറഞ്ഞു, റോൾ ആസ് എ ടീച്ചർ, അവിടെ ഒരു നോബിൾ പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. വളരെ റിട്ടയർ ആയാലും നോൺ ആസ് ടീച്ചർ അല്ലെ, ആ ഒരു രീതിയിൽ ഐഡിയൽ ആയിരിക്കണം കുട്ടികൾക്ക്, അതുപോലെ തന്നെ സൊസൈറ്റിക്ക്. ഈവൻ ദോ അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില എന്താ പറയാ ഒരു ചില സ്കൂളിലെ ടീച്ചറാണ്, നമ്മളുടെ ഇവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ ആരാ എന്നോട് പറഞ്ഞത്, ജയശ്രീയാണ് പറഞ്ഞത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ബസ്സിലോ ഒക്കെ കയറിയപ്പോ ആ സ്കൂളിലെ ഒരു കുട്ടിയുടെ പാരന്റ് ഓടിക്കുന്ന ബസ്സോ കണ്ടക്ടറോ അങ്ങനെയൊന്നും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അപ്പം ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോ കിട്ടുന്ന ആ റെസ്പെക്ട് അത് ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ അറ്റയർ അത് ഭയങ്കര നീറ്റ് ആയിരിക്കണം, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. നമ്മൾ അട്രാക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആ ഒരു പ്രവൃത്തി, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻസ്, അതൊക്കെയാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾക്ക് ചേരുന്ന ഒരു മേക്കപ്പ് ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ തീക്കോയി പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കോളേജിൽ പഠിച്ച, എന്റെ ബാച്ചിൽ പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു ദിവസം ബസ്സിൽ വെച്ച് കാണും, ആയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ആ കോളേജ് എന്ന് പറഞ്ഞാൽ അതാണ്, സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആണ്, എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ ഇവര് വർക്ക് ചെയ്യുക. അപ്പൊ അവിടുത്തെ ഒരു കൾച്ചർ അതാണ്, ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര മേക്കപ്പിലാണ് വരുന്നത്. എന്നിട്ടും അവരുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് വെച്ചാൽ സാരി ഒക്കെ കൊടുത്ത് വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഈ റോസ് പൗഡറോ അങ്ങനെ എന്തോ ഫേസിൽ യൂസ് ചെയ്യുന്നതുണ്ടല്ലോ, അത് ഇവര് വയറ് കാണുന്ന ഭാഗത്തൊക്കെ അവര് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ ടൈമില് വാഷ്റൂമിൽ പോയിട്ട് എല്ലാം ഒന്നുകൂടെയൊക്കെ ഇടും. അങ്ങനെയൊക്കെയാ പറയുന്നത്. കാരണം കുട്ടികള് കാണുമ്പം അവരുടെ ഒരു രീതിയിൽ അട്രാക്റ്റീവ് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് കുട്ടി എന്നോട് പറയുന്നത്. അവിടെ വരും ഒരു റോസ് പൗഡർ ഇട്ട് അവര് തിളക്കി വെക്കും. അങ്ങനത്തെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്. ബട്ട് നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കണം. അതിന്റെ അർത്ഥം ഭയങ്കര മേക്കപ്പ് ഒന്നും വാരി പൂശുന്നില്ല. നമ്മള് സ്മിത, സ്മിത ഇപ്പൊ ഹോസ്പിറ്റലിലല്ലേ? ഞാൻ ഹോസ്പിറ്റലിലാണ് മാം. ഞാൻ പഠിപ്പിച്ച ട്യൂട്ടോറിയലില് ഡിഗ്രി കഴിഞ്ഞപ്പോ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് എനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന. ഞാൻ ആ ടേബിളിൽ ചെന്നപ്പോ അവൾ എന്നെ കണ്ടിട്ട് ചോദിച്ചു ടീച്ചർ അല്ലേന്ന് ചോദിച്ചോണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ. ടീച്ചർ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നിപ്പോയി. നമുക്ക് ഈ മേഖലയിലേ നമുക്ക് വേറെ ആർക്കും കിട്ടാത്തൊരു വലിയൊരു കാര്യം അതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഓക്കെ, ഫിലോസഫർ. ശരിക്കും ഈവൻ ദോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ട് നോളജ്ഫുൾ ആയിട്ട് അത് കുട്ടികളുടെ കയ്യിലേക്ക് എത്തണം. ടീച്ചറാണ് എന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാ ഏരിയയിലും ആ ഒരു അറിവുണ്ടാവണം എന്നില്ല. സോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേറ്റ് ചെയ്ത് അത് നമ്മൾ കൂടുതൽ ഫൈൻ ചെയ്യണം. ഓരോ പ്രാവശ്യം നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, കൂടുതൽ അറിയാൻ ശ്രമിക്കണം. കുഞ്ഞുങ്ങളിപ്പോ പല ഡിജിറ്റൽ വേൾഡിന്റെ പല ഭാഗങ്ങളിലേക്ക് അവർക്ക് അവരുടെ അറിവുകൾ കൂടുതലാണ്. അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ലാംഗ്വേജ്, അവരുടെ ആക്ഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാകാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് സബ്ജക്ട് കണ്ടന്റ് ഇവരിലേക്ക് കൊടുക്കുന്ന ഒരു നോളജ് സോഴ്സ് ആണ് നമ്മൾ ശരിക്കും. നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡ് ആകണം. ആ ഒരു സിലബസ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിലെ ആ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ ദാറ്റ് മീൻസ് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ നോളജ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. നമുക്ക് എല്ലാ ഏരിയയെ കുറിച്ചും അറിയണം. ഈവൻ ദോ നമ്മൾ മലയാളം എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് എടുക്കുന്നതെങ്കിൽ whatever it be, നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ കാര്യം നമ്മൾ എടുക്കുന്ന പോർഷൻ ഉണ്ടെങ്കിൽ വാട്ട് ഹീസ് ആൻഡ് വാട്ട് ഹി ഹാഡ് ഡൺ, അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ ഏരിയയും നമ്മൾ കണക്ട് ചെയ്യില്ല. നമുക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് പറയും. ചിലര് ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിട്ടില്ല, അവർ പറയും ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണ്, പക്ഷെ അവർ എടുക്കുന്നത് ആർട്ട് എന്തെങ്കിലും ആയിരിക്കും. അതിനകത്ത് മാത്തമാറ്റിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും വന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. ഓക്കെ, അതാണ്. ഇപ്പൊ നമ്മള് അതുപോലെ നമ്മളുടെ ആ ഒരു നോളജ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതല്ല. പിന്നെ ഒരു ഗൈഡ്, ശരിക്കും ആ ഒരു റോള് ടീച്ചർക്ക് ശരിക്കും വേണം. ചില കോഴ്സുകൾ എടുക്കുമ്പോൾ ആ ടീച്ചർ സ്റ്റുഡന്റ് റാപ്പോ അവിടെ കുറവാണ്. അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ടീച്ചേഴ്സ് ഒന്നിലും ഇടപെടില്ല.
ഒരു വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. അവരെ സംബന്ധിച്ച് അവര് നമ്മളെ ഒന്ന് ഒരു എമ്പത്തറ്റിക് ആയിട്ട് നമ്മളെ നോക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. വളരെ വിരലിലെണ്ണാവുന്നവര് മാത്രമാണ് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഞാൻ വിചാരിക്കും ഞാൻ ടീച്ചറായ എങ്ങനെയാവില്ല. അപ്പൊ അവിടെ അങ്ങനെയായിരുന്നു. അവര് വരുന്നു, അവരുടെ ആ ടൈമിൽ വന്ന് കയറുന്നു, ക്ലാസ് എടുക്കുന്നു, തിരിച്ചറിഞ്ഞു പോകും. ആ ഒരു രീതിയിലായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഒരു സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് മനസ്സിലാകണം, അത് എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ അങ്ങനെ പിന്നെ വീക്ക് സ്റ്റുഡൻസിന് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അത് ടീച്ചർ ശ്രദ്ധിക്കണം. വളരെ കഴിവുള്ള പൊട്ടൻഷ്യലുള്ള കുട്ടികൾ മാത്രമല്ല ക്ലാസ്സിൽ ഉണ്ടാകുക, പല രീതിയിലും പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കി ഒരു ഗൈഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോർത്ത് വണ്ണൊക്കെ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, നമ്മളുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യണം. ഒരു റിസർച്ചർ ആയിരിക്കണം ടീച്ചർ എന്ന് പറയുന്നത്. അത് എക്സ്പാൻഡ് ചെയ്ത് ക്ലാസ് റൂമിൽ അതൊക്കെ യൂസ് ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ചുമ്മാ ടെക്സ്റ്റ് വായിക്കാനാണെങ്കിൽ ഒരിക്കലും കുട്ടികൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു ചില കുട്ടികൾ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യും കോളേജൊക്കെ എത്തുമ്പോൾ. പക്ഷെ ഏതെങ്കിലും ഒരു ലെക്ചറുടെ ക്ലാസ് ആണെങ്കിൽ അവർ നേരെ ക്ലാസ്സിൽ കയറിയിരിക്കും. അങ്ങനെയുണ്ട്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. പിന്നെ മാനേജറാണ്, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, പലപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. പല വൈഡ് ഏരിയ ഓഫ് ഒബ്ലിഗേഷൻസ് ആണ്. ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ കടമകൾ, കർത്തവ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം എന്ന് കഴിഞ്ഞാൽ അത് പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. സ്റ്റുഡൻസിനെ കോർഡിനേറ്റ് ചെയ്യിക്കണമെങ്കിൽ അവരെ ഓരോരുത്തരെയും ആ ഒരു ഏരിയയിൽ ഈ കുട്ടി നന്നായി ചെയ്യും, അവനവരുടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് അതുപോലെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് അങ്ങനെ ആ ഒരു ഡ്യൂട്ടീസ് ഏൽപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ലീഡർ, ഒരു ക്യാപ്റ്റൻസി ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്യാപ്റ്റൻ, നേതൃസ്ഥാനം, നേതൃപാടവം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻസി ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്ലാസ്സിൽ ഒരു ലീഡർ ആയിരിക്കണം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ടീച്ചർ ഡോമിനേറ്റ് ചെയ്യണമെന്നല്ല കേട്ടോ. ഒരു പ്രോഗ്രാം ആവുമ്പോൾ ടീച്ചർ നിന്ന് ലീഡ് ചെയ്യുക. പറയാം ലീഡർ എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അത് ലീഡർ ആണ് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് തോന്നരുത്. ആ രീതിയിലായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. അതായത് ലീഡർ ഷോസ് ദ വേ അല്ലെ ഗോസ് ദ വേ അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പൊ ആ ഗ്രൂപ്പുമായിട്ട് മേർജ് ചെയ്ത് പോകണം. അല്ലാണ്ട് ഇയാള് മുന്നിൽ നിന്ന് വലിയ ആളാവുന്നത് നമ്മള് പൊളിറ്റിക്സിലൊക്കെ കണ്ടിരിക്കുന്നത് കൂടുതലും അങ്ങനെയാണ്. അങ്ങനത്തെ ലീഡറെ അല്ല. മിസ്സേ ഭയങ്കര ഇടിമഴയും, ഞാനിപ്പോ ഒന്ന് ലീവ് ചെയ്തോട്ടെ. എവിടെയാ സ്ഥലം? മഴയൊക്കെ ഇങ്ങോട്ട് വന്നെങ്കിൽ ഓക്കെ. സോ അപ്പൊ ലീഡർ അങ്ങനെയായിരിക്കണം. ഈവൻ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ചുമതല ഏൽപ്പിച്ചാൽ അത് ഡോമിനന്റ് ആയിട്ട് എടുക്കരുത്. ബട്ട് നമുക്ക് ആ ഒരു പവർ ഉണ്ടായിരിക്കണം ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ. ഒരു വി ഫീൽ അല്ലെ, ഒരു വി ഫീൽ, അല്ലാണ്ട് യു ആ ഒരു ഫീൽ അല്ല. ഞാൻ നിങ്ങൾ വേറെ, അങ്ങനെ രണ്ടായിട്ടല്ല തോന്നേണ്ടത്. ഒരു ഓൾ ടുഗദർ ഒരു വി ഫീല് തോന്നുന്ന രീതിയിലായിരിക്കണം ആ ഒരു ക്യാപ്റ്റൻസി വരുന്നത്, ലീഡർഷിപ്പ് എടുക്കേണ്ടത്. ആ ടീച്ചറുടെ അറിവ്, നോളജ്, ആ ഒരു ട്രെയിനിങ്ങിനുള്ള കപ്പാസിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് നമ്മളുടെ പൊട്ടൻഷ്യൽ മുഴുവനും മാക്സിമം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ആർട്സ് ഡേയോ ആനുവൽ ഡേയോ അങ്ങനെയൊക്കെ പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് സ്കിൽ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ സ്ക്രോൾ ചെയ്തില്ലായിരുന്നു അല്ലെ, പറയായിരുന്നില്ലേ ആരെങ്കിലും? നമ്മൾ 6 പോയിന്റ്സ് ആട്ടോ പറഞ്ഞു പോയത് ടീച്ചറുടെ. ഇതിന് കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് റോൾ ആസ് എ ടീച്ചർ ബേസിക്കലി, ദെൻ ഫിലോസഫർ, ദെൻ ഗൈഡ്, റിസർച്ചർ, മാനേജർ, ദെൻ ലീഡർ. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ്, ഇവാലുവേഷൻ ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്.
ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ, ഈ ഒരു 40 സ്റ്റുഡൻസ് ഉണ്ട് അല്ലെങ്കിൽ 30 സ്റ്റുഡൻസ് ഉണ്ട്, മേ ബി 20 to 40 ആ ഒരു റേഞ്ചിൽ സ്റ്റുഡൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമ്മളിപ്പോ KG യിലാണെങ്കിൽ KG, അല്ലെങ്കിൽ LP സെഷൻ ആണെങ്കിൽ അങ്ങനെ, UP ആണെങ്കിൽ അങ്ങനെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, ഏത് ലെവലിലും ക്ലാസ് റൂം വരാം. ഏത് ലെവലിലാണെങ്കിലും കൺട്രോളിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. കുട്ടികളെല്ലാം പിടിച്ചിരുത്തുക, അവരെ കൺട്രോൾ ചെയ്യുക, ടീച്ചറെ ഒബേ ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. ആ ഒരു കമാൻഡിങ് പവർ അത് വരണം. ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു അത് ഒരു ടീച്ചർക്ക് ഉണ്ടാവണം. യെസ്, എന്റെ ടീച്ചറാണ്, ഹൗ ടു ലിസൺ ഹെയർ, അങ്ങനെ ഒരു ഞാൻ കേൾക്കണം, പറയുന്നത് ശ്രദ്ധിക്കണം, ആ ഒരു ഫീല് കുട്ടികളിൽ വരണം. അത് നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും. പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസസ്മെന്റിന് വേണ്ടിയിട്ട്, ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ അസസ്മെന്റിന് വേണ്ടിയിട്ട് പല ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഓരോ ടെക്നിക്സ് പറയുവാണ്. ഈ പ്രോസസ് എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റ് എന്ന രീതി, 2 ക്രൈറ്റീരിയ ആയിട്ടാണ് ഈ ഇവാലുവേഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രോസസ്, ഒന്ന് പ്രോഡക്റ്റ്. അപ്പൊ പ്രോസസ് ക്രൈറ്റീരിയയിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഒബ്സർവേഷൻ. നമുക്ക് ഒബ്സർവ് ചെയ്യാം ക്ലാസ് റൂം അല്ലെ. നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ജോബ് കിട്ടി, നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാകാം അല്ലെ, ചിലപ്പോ ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ കാണുമല്ലോ. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ തന്നെ അതുപോലുള്ള പരിചയപ്പെടുത്തലിനേക്കാളും നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. ആ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടായിരിക്കും. ഒബ്സർവേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മള് മോണ്ടിസോറി മെത്തേഡിൽ മുഴുവൻ പറഞ്ഞത് അതായിരുന്നു. ഫെസിലിറ്റേറ്ററുടെ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് ഒബ്സർവേഷൻ ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ അതുപോലെ ക്ലാസ് റൂം ഒബ്സർവേഷൻ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാവും, കുട്ടികളുടെ രീതി, പല കാര്യങ്ങളും. പിന്നെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ വെക്കാം. അതിൽ നിന്ന് നമുക്ക് പലതും അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇന്ററാക്റ്റീവ് സെഷൻ വെർബൽ ഇന്ററാക്ഷൻ ആകാം. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചോ തീമിനെ കുറിച്ച് തമ്മിൽ സംസാരിക്കാം, ആ രീതിയിലാവും. നോൺ വെർബൽ ഇന്ററാക്ഷൻ നടക്കും. നമുക്ക് നോൺ വെർബൽ ആയിട്ട് പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പോൾ ഇവാലുവേഷൻ, ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഇവാലുവേഷന്റെ 2 ക്രൈറ്റീരിയയിൽ ഒന്നായിരുന്നു പ്രോസസ് ക്രൈറ്റീരിയ. പ്രോസസ് ക്രൈറ്റീരിയയിൽ വന്നതാണ് ഒബ്സർവേഷൻ. ദെൻ ഇന്ററാക്ഷൻ അനാലിസിസ്. അത് തന്നെ വെർബൽ, പരസ്പരം സംസാരിച്ചുകൊണ്ടുള്ള അനാലിസിസ് ഉണ്ടാവും, സംസാരിക്കാതെയുള്ള നോൺ വെർബൽ ആയിട്ടുള്ളത്. പലപ്പോഴും കുട്ടികളുടെ നോൺ വെർബൽ ക്യൂസ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആരുടെയെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ടീച്ചർമാര് പറയുന്നില്ലേ, നീയൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്താലും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതെല്ലാം മനസ്സിലാവുന്ന പറയില്ല. ആ ഒരു രീതി, നോൺ വെർബൽ ഇന്ററാക്ഷൻ അനാലിസിസ്. നെക്സ്റ്റ് ഒബ്സർവേഷൻ കണ്ടന്റ് അനാലിസിസ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ക്ലാസ് റൂമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സെമിനാർ ആരുടെയും പ്രസന്റ് ചെയ്യാൻ പറയുവാണ്. ഒരു കുട്ടി പ്രസന്റ് ചെയ്യുന്നു, ബാക്കിയുള്ള കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നു. അപ്പൊ ടീച്ചർക്ക് ഒബ്സർവ് ചെയ്യാം കുട്ടികളെ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തീം വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവേഷൻ കണ്ടന്റ് അനാലിസിസ്. പിന്നെ ടീച്ചിങ് സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യൻസി. പിന്നെ ഈ ടീച്ചർക്ക് ഓരോ ടീച്ചേഴ്സിന്റെയും വേ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് മെത്തേഡ്, ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത് ആ ഒരു ടീച്ചിങ് സ്കിൽസ് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം അസസ് ചെയ്യുന്നുണ്ടായിരിക്കും. ടീച്ചറുടെ ആ ഒരു ക്ലാസ് റൂം, ഇപ്പൊ ക്യാമറ ഉണ്ടല്ലോ എല്ലായിടത്തും, സോ ക്ലാസ് റൂം ഒബ്സർവേഷൻ അത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടീച്ചർ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി, വെർബൽ നോൺ വെർബൽ, അതും അവർക്ക് അനലൈസ് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ. ടീച്ചറുടെ സ്കില്ലും പ്രൊഫിഷ്യൻസി. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിലെ പല കാര്യങ്ങളും വരും അല്ലെ. നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഡെമോ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ടീച്ചിങ് സ്കിൽസും പ്രൊഫിഷ്യൻസി അറിയില്ലേ, 6 മാസത്തേക്ക് ജോയിൻ ചെയ്ത് 6 മാസത്തേക്കുള്ള പ്രൊബേഷൻ ആയിരിക്കും. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞെങ്കിൽ ഇവിടെ പെർമനന്റ് ആക്കുന്ന രീതിയിലൊക്കെ ചില സ്കൂളുകളിൽ പറയും. ഇവര് ചില സമയത്ത് ഇവരെ നേരിട്ട് വന്ന് ക്ലാസ്സിലിരിക്കും. സംടൈംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചിലപ്പോൾ ടീച്ചർമാർ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ സബ്ജക്ട് റിലേറ്റഡ് സീനിയർ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് ക്ലാസ്സിലിരിക്കും, നമ്മളെ അസസ് ചെയ്യും.
എന്നിട്ടാണ് നമ്മൾ അവിടുന്ന് ലാസ്റ്റ് പോകുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ മാർക്ക് ഇടേണ്ടതും അതെല്ലാം അവർ നോക്കി മാർക്കൊക്കെ ഇട്ട് തരുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ ഫോർ ക്ലാസ് റൂം ടീച്ചിങ്. പലപ്പോഴും ഈ ടീച്ചിങ്ങിന് പല ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ലൈക്ക് ചില ആപ്പ് യൂസ് ചെയ്തിട്ട് ടീച്ചിങ് നടത്തുന്ന സ്കൂളുകളുണ്ട്, ചിലരല്ലാതെ എന്തെങ്കിലും പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അതുപോലെ ഇവിടെ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ ഫോർ ക്ലാസ് റൂം ടീച്ചിങ്ങിന് വേണ്ടുന്ന ചില സർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്യുന്ന രീതി ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടീച്ചർ എന്തെല്ലാം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോ ചിലര് ബോർഡ് മാത്രം യൂസ് ചെയ്ത് അവിടെ തന്നെ നിന്ന് ചെയ്യുന്നുണ്ടാവും. ചിലര് കുട്ടികളിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ചെയ്യും. അവരെ കൊണ്ട് ചിലപ്പോ ബോർഡിലേക്ക് അടുത്തേക്ക് വരുത്തിച്ചിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ അത് വിശദമാക്കാനായിട്ട് പറയും. അങ്ങനെ പല രീതിയിലായിരിക്കും ടീച്ചർമാര് പല ടെക്നിക്സ് യൂസ് ചെയ്യും പലപ്പോഴും ടീച്ചർമാര് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ അതിലെ പ്രോസസ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇന്ററാക്ഷനും ഒബ്സർവേഷനുമാണ് അതിനകത്ത് മെയിൻ ആയിട്ടും. പിന്നെ ടീച്ചിങ് സ്കിൽസും പ്രൊഫിഷ്യൻസിയും നോക്കും. പ്രോഡക്റ്റ് ക്രൈറ്റീരിയ, ടെക്നിക്സ് യൂസ്ഡ് ഫോർ പ്രോഡക്റ്റ് ക്രൈറ്റീരിയ. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഓരോ ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഔട്ട്കംസ് എന്താണ്, ഔട്ട്പുട്ട്, അച്ചീവ്മെന്റ്, കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു അത് നോക്കും. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു രീതിയോട് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ടീച്ചറോട് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്. ഒപ്പീനിയൻസ് ഓഫ് ദ ലേണേഴ്സ്, അവരുടെ ഒപ്പീനിയൻ, അഭിപ്രായം. അത് ഫീഡ്ബാക്ക് എടുക്കുന്നത് പോലെ തന്നെ. ഇപ്പൊ നിങ്ങൾ കോഴ്സ് തീരാറാവുമ്പോഴേക്കും നിങ്ങളോട് ചോദിക്കും ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ പിന്നെ ടീച്ചർ അഫിനിറ്റി വിത്ത് ദി സ്റ്റുഡൻസ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആ ഒരു റാപ്പ്, ആ ഒരു ബോണ്ടിങ് അതെങ്ങനെയാണെന്ന്. അപ്പോ പലപ്പോഴും ശരിയായ രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അല്ല ടീച്ചർ ഫോളോ ചെയ്ത് കുട്ടികളുമായിട്ട് ഒട്ടും ചേർന്ന് പോകാത്തൊരു ടീച്ചറാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് തീരുമാനിക്കുക അവരെ പറഞ്ഞു വിടാൻ, അല്ലെ? അപ്പൊ ആ ഒരു അസസ് ചെയ്യാനായിട്ട് ആ ടീച്ചറുടെ രീതികൾ, അവരുടെ ഇവാലുവേഷൻ, അവർ ആ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. സെക്കൻഡ് വൺ പ്രോഡക്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്താണ്, ഇത്രയും പ്രോസസ് ചെയ്തിട്ട് എന്ത് പ്രോഡക്റ്റ് കിട്ടി, ആ റിസൾട്ട് എന്താണ്, അതാണ് സെക്കൻഡ് വരുന്നത്. ആ റിസൾട്ടിനനുസരിച്ചാണ് ടീച്ചർ നിൽക്കണോ പോണോ എന്നുള്ളത് തീരുമാനിക്കും. ഓക്കെ, ഇതാണ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത് എന്താ, പ്രിൻസിപ്പളിന്റെ റൂമിൽ എല്ലാ നൂക്ക് ആൻഡ് കോർണറിന്റെ ക്യാമറ ഉണ്ടാവും. എല്ലാ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാമറ ഉണ്ടാവും. അത് വെച്ചിട്ട് അവർക്ക് അവരുടെ ചെയറിൽ ഇരുന്ന് തന്നെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർക്ക് നേരിട്ട് അവിടെ ചെല്ലണം, അവർക്ക് അത് നേരിട്ട് ക്ലാസ് റൂമിൽ ചെന്ന് ആ രീതിയും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻഡ് റിസൾട്ട് എന്താണ്, കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു, അവിടെ എല്ലാം അത് ഫോക്കസ് ചെയ്തിരിക്കുന്ന കുട്ടികളിലാണ്. ലേണിംഗ് ഔട്ട്കംസ് ഓർ അച്ചീവ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റുഡൻസ്, ഒപ്പീനിയൻസ് ഓഫ് ദ ലേണേഴ്സ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ടീച്ചർ അഫിനിറ്റി വിത്ത് ദ സ്റ്റുഡൻസ്, അപ്പൊ നമ്മളുടെ ഔട്ട്കം അത് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതനുസരിച്ചാണ് അവിടുത്തെ ആ ക്ലാസ് റൂം മാനേജ്മെന്റ് ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്. ടൂററ്റ് സിൻഡ്രോം, റാണി മുഖർജിയുടെ അസുഖമാണോ സിജി? യെസ് മാം, ഞാൻ ആ പേരിങ്ങനെ എന്റെ തലയെ കിടന്ന് കറങ്ങുമായിരുന്നു. ഞാൻ എന്താന്നിങ്ങനെ. അതുപോലൊരു വീഡിയോയും കണ്ടിട്ടുണ്ട്, ഒരു ഫോറിൻ പുറത്തവിടെയുള്ള ഒരു കൊച്ചുകുട്ടിയുടെ. ആ ഒരു കൊച്ചുകുട്ടീനെ, എന്നിട്ട് ആ കുട്ടീനെ പ്രിൻസിപ്പൾ സ്റ്റേജിൽ കയറ്റിയിട്ട് പറയുന്നുണ്ട്, എനിക്കിതാണ് എന്റെ അസുഖം, നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. ആ ക്ലിപ്പും ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, നല്ലൊരു വീഡിയോ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മൾ ഇവാലുവേഷന്റെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മളുടെ പെർഫോമൻസ് ആണ് ശരിക്കും ഇവരെല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പെർഫോമൻസ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റുഡൻസ്, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന പ്രോഡക്റ്റ്, റിസൾട്ട്, ഔട്ട്കം, അതാണ് ഇവാലുവേഷന് വേണ്ടിയിട്ട്, അസസ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാംസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ടോന്ന് അറിയില്ല. സിജിക്ക് അങ്ങനെ നിങ്ങളുടെ വെക്കേഷനിൽ അങ്ങനെയുണ്ടോ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കോഴ്സസ്?
ടീച്ചേഴ്സിന് ട്രെയിനിങ് ഉണ്ട് മാം. അവർക്ക് ട്രെയിനിങ് ഉണ്ട്. 13th ഞങ്ങൾക്ക് മെയ് 13th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് തുടങ്ങി ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് സെഷനും അവർക്കുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഒരു 3 days ധ്യാനം ഉണ്ടാവും എന്ന് പറഞ്ഞു ടീച്ചേഴ്സിന് മാത്രമായിട്ട്. ന്യൂ ജോയിനീസ് അടക്കം അതിൽ അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും അങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അവരുടെ പ്രൊഫഷണൽ ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. കോളേജ്, യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ്, അതിപ്പോ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും മാത്രമല്ല, എല്ലാ ഓഫീസുകളിലും ഇപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റീവ് കാണുന്നുണ്ട്. ആ പ്രോഗ്രാം ആ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പലപ്പോഴും നല്ല ട്രെയിനേഴ്സിനെ ഒക്കെ വിളിച്ചിട്ട് പല ഓഫീസുകളിലും അങ്ങനെയുള്ള 2 days ഒക്കെ ഫുള്ളൊക്കെ ആവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്താറ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ പറയുന്നത്. ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ സിജി പറഞ്ഞതുപോലെ ന്യൂ ജോയിനീസ് അടക്കം എല്ലാരും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ന്യൂ കോളേജ് ടീച്ചർ പുതുതായിട്ട് ഒരാൾക്ക് വരുമ്പോ അയാൾക്ക് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലാകണം. പിന്നെ അതുപോലെ തന്നെ ആളുടെ എന്തെങ്കിലും ഇൻഹിബിഷൻസ് ഉണ്ടോ, ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതെല്ലാം ക്ലാരിഫൈ ചെയ്തെല്ലാം ക്ലിയർ ആക്കുന്ന രീതിയിൽ ആ രീതിയിൽ ഇനേബിൾ ആക്കുവാണ്. നീഡ്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ പാറ്റേൺ ഓഫ് സ്റ്റുഡൻസിന്റെ രീതികള്, അവരുടെ ഒരു ലേറ്റ് അഡോളസൻസ് പീരീഡ്. ഇപ്പൊ ഒരു കോളേജ് ഒക്കെ ആണെങ്കിൽ അവരുടെ ലേറ്റ് അഡോളസൻസ് പീരീഡിലായിരിക്കും. ഒരു 17+ കഴിഞ്ഞ കുട്ടികളാണല്ലോ, അല്ലെങ്കിൽ 17 തുടങ്ങിയുള്ള കുട്ടികളാണല്ലോ കോളേജിലേക്ക് വരുന്നത്. അവരുടെ ലേറ്റ് അഡോളസൻസ് പീരീഡ് ആണ്. പിന്നെ ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക ഡെഫിനറ്റ്ലി അല്ലെ. നമ്മൾക്ക് നമ്മുടെ പല ടീച്ചിങ് സ്കിൽസും ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പല ടീച്ചിങ് ടെക്നിക്സും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം സ്റ്റുഡൻസിന്റെ നീഡ്സ് അനുസരിച്ച്. പിന്നെ സ്റ്റുഡൻസ് ഇപ്പോ നമുക്കറിയാം ഒരു ക്ലാസ്സിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ്. ആകെ ക്ലാസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ ലാർജ്, മീഡിയം ആൻഡ് സ്മോൾ ഗ്രൂപ്പ്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ക്ലാസ് സൈസ് കൂടുന്നതിനനുസരിച്ചും അവരെ ഗ്രൂപ്പ് ആക്കുന്നതിനനുസരിച്ചും ആ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ എന്തെല്ലാമാണ് ഒരു ടീച്ചറിന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള ടീച്ചിങ് സ്കിൽസ്. അപ്പൊ ഫസ്റ്റ് ന്യൂ ടീച്ചർ ആണെങ്കിൽ അവിടുത്തെ രീതികള്, അവിടുത്തെ സ്റ്റുഡൻസിന്റെ ബിഹേവിയർ പാറ്റേൺ എല്ലാം ലേറ്റ് അഡോളസൻസ് ആ ഒരു ഏജിലുള്ളതായിരിക്കാം. പിന്നെ പുതിയ ടീച്ചിങ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. നമ്മള് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു പാറ്റേൺ മാറി. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പാറ്റേൺ മാറി. നേരെ ഡയറക്ട്ലി അക്ഷരങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. മീൻസ് മലയാളം ആണെങ്കിൽ ആദ്യം തന്നെ പഠിപ്പിക്കും. ഇപ്പൊ മാറി ദായും രായും റായും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് എളുപ്പമാവും. അതിന്റെ എല്ലാവരും മിക്സ് ആയതുകൊണ്ട് അക്ഷരം. പിന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നേരെ ലെറ്റർ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം വ്യത്യാസമായിട്ട് വരുന്നു. അപ്പൊ ഡിഫറെന്റ് ടീച്ചിങ് സ്കിൽസ് ഓരോ വർഷം കഴിയുന്നതോറും ടീച്ചിങ് സ്കിൽസിൽ വ്യത്യാസങ്ങൾ വരുന്നോണ്ടിരിക്കുക. പിന്നെ ഒരു ടീച്ചറുടെ ഒരു ഗ്രോത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ. ഒരു ടീച്ചർ വളരണം, എന്നാലാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ടീച്ചർക്ക് പറ്റും. ടീച്ചറുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ടീച്ചർ ഒരു ഗ്രോത്ത് അതെന്തായാലും വേണം. അവർക്ക് കേപ്പബിലിറ്റി അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ആ രീതിയിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പലർക്കും പല ഷൈനസ് കാണുമായിരിക്കും. അപ്പൊ അതുപോലുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യും. അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർ പെട്ടെന്ന് ഇതാവുന്ന രീതിയിൽ അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ തുറന്ന സംസാരങ്ങളൊക്കെ വരും ഇതുപോലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ വരും. പിന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജി ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടൊക്കെ മിക്കയിടത്തും എല്ലാവരും അത് യൂസ്ഡ് ആയി. പിന്നെ മൈക്ക് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തലയിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ വരുന്ന മൈക്കൊക്കെ ഉണ്ടല്ലോ, ഒരു പോക്കറ്റ് പോലെ നമ്മൾ വെക്കുന്നതിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ ഡിവൈസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം മനസ്സിലാക്കുക, അത് യൂസ് ചെയ്യാൻ പഠിക്കുക. എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ വേണ്ടുന്ന ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക.
പിന്നെ നമുക്കറിയാം ഒരു ഇരിക്കുന്ന കുട്ടികളെല്ലാം ഡിഫറെന്റ് ഒരു ബിഹേവിയർ പാറ്റേൺ ഉള്ളവരായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പല ലേണിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. പിന്നെ ചിലർക്ക് ചില റീഡിങ് കൂടുതൽ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ലേണിംഗ് ചെയ്യാവുന്നത്. ചിലർക്ക് ചിലപ്പോൾ അല്ലാതെ ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മനസ്സിലാക്കി കുട്ടികൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇപ്പൊ റീഡിങ്ങിന് വേണ്ടിയിട്ട് ലൈബ്രറി യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ, പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. കുട്ടികളെ നോക്കുമ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കിട്ടുന്ന ഒരു ഓൾറൗണ്ടർ അവരുടെ വരുന്ന രീതിയിലും, പിന്നെ കുട്ടികളിലും അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലും വേണം ആ ഒരു ടീച്ചറെ എനേബിൾ ചെയ്യിക്കാനായിട്ട്. കുട്ടികളുണ്ട്, കുട്ടികൾക്ക് പല പ്രോബ്ലംസും ഉണ്ടായിരിക്കും. ആ ഒരു പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് പറ്റണം, എന്നിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ന്യൂ വേർഡ്, എനിക്ക് ന്യൂ വേർഡ് ആണ് ഈ മാനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡ് എന്നാണ് കേട്ടോ. ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ദാറ്റ് ഇമാനേറ്റ്, അതായത് കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുക, പിന്നെ അതിനെ പ്രൊസീഡ് ചെയ്യുക, അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ അത് പ്രൊസീഡ് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, സ്ട്രാറ്റജീസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിനെ കണ്ടുപിടിക്കുക. അതൊക്കെയാണ് വേർഡ് ഔട്ട്. ആ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യുക. ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കും കൂടെ ഒരു ടീച്ചർക്ക് വേണം, അല്ലെ? മുന്നിൽ വരുന്ന കുട്ടികൾ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റണം, അത് മാനേജ് ചെയ്യാൻ. അയ്യോ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ആകെ ഡൗൺ ആയി പോകും, അല്ലെ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, അതിന്റെ എല്ലാ സൈഡ്സും നോക്കാം, നോക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ട് കുട്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കറിയാം ചില കുട്ടികൾ സ്റ്റഡീസിൽ ഭയങ്കര വീക്ക് ആയിരിക്കും. അവർക്ക് റെമഡിയൽ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അവരുടെ എന്താണ് അവരുടെ പ്രോബ്ലം, അതിനൊരു റെമഡിയൽ ടീച്ചിങ് ആണോ ആവശ്യം, അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതെല്ലാം പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ടീച്ചറുടെ ഒരു കേപ്പബിലിറ്റിയാണ്. ഇനി ഓക്കെ, ടീച്ചർ വന്നു, ടീച്ചേഴ്സ് കുറേ ഉണ്ട്. പുതിയതായിട്ടൊരു ടീച്ചർ വരുമ്പോൾ അവർക്ക് പല ടെക്നിക്സും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ ന്യൂ ആണ്, ആ ഒരു സിസ്റ്റത്തിൽ ന്യൂ ആണ്. സോ അത് പലതും ഇതിന് ഡെമോ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പ്രോബ്ലംസ് വരുമ്പോൾ എഫക്റ്റീവ്ലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓൺ ക്ലാസ്സസ് എങ്ങനെ മാനേജ് ചെയ്യണം, എന്തൊക്കെ പ്രൊസീജിയർ വേണം, മാനേജ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ എടുക്കേണ്ട എഫേർട്സുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുക ആ ഒരു ടീച്ചിങ് ടെക്നിക്സിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. കാരണം വെച്ചാൽ നമ്മളൊരിടത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് അറിയാൻ പറ്റും എന്റെ കുറവുകൾ എവിടേക്കോ, നമുക്കൊരു ഫ്ലോസ് ഉണ്ട്, നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. അതൊക്കെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഒരു സെൽഫ് ആയിട്ട് നമുക്കൊരു തോട്ട് വന്നാൽ മതി. പിന്നെ ഇതുപോലുള്ളൊരു ഡെവലപ്മെന്റ് ഒരു പ്രോഗ്രാമും കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് വരും. അതേസമയം ദ ബെസ്റ്റ് എന്നുള്ള ഫീല് വേണം. ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുള്ളൂ, ടീച്ചേഴ്സിന് ഒരു ക്ലാസ് വെക്കുകയാണെങ്കിൽ ഒരു സെഷൻ വെക്കാൻ നമുക്ക് അത് നല്ലതായിരിക്കും. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്തിനാണ്, ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടാറുണ്ട്. മീൻസ് പലപ്പോഴും ഒരു അതോറിറ്റി സൈഡിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ട്രെയിനിങ് പലപ്പോഴും ഫ്രൂട്ട്ഫുൾ ആവണമെന്നില്ല. അത് ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടൊരു തുടർച്ചയായിട്ട് നടന്നു പോകുന്ന ഒരു സംഭവം ചിലപ്പോൾ ആകാം, ചിലയിടത്തല്ല കേട്ടോ, ചിലയിടത്ത് അത് അപ്ഡേറ്റഡ് ആകാറുണ്ട്, ഇല്ലെന്നില്ല. ഇത് ഇങ്ങനെ അവരുടെ ആ ഒരു മാനേജ്മെന്റ് ഷെഡ്യൂളില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോഗ്രാം ചാർട്ടില് ഇത് ഇങ്ങനെ ഒരു കാര്യം ടീച്ചർമാർക്ക് കൊടുക്കണം. സോ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടി ഒരാളെ കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് അവരത് കഴിച്ചു പോകുന്ന ഒരു ഇതായിട്ട് ചിലർക്ക് കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഇവർ പറയുന്നത് അതാണ്, ഞങ്ങൾക്ക് ഇത് ശരിക്കും ഫുൾ ഡേ സെഷൻ ഒക്കെ ഫുൾ 2 days ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ടീച്ചർമാർക്കൊക്കെ സെഷൻസ് എടുക്കാനായിട്ട് നല്ല വ്യത്യാസം വരും. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. എന്ത് പ്രോബ്ലം വന്നാലും അവർ സോൾവ് ചെയ്യാനായിട്ട് പാകപ്പെടും. ആ രീതിയിലൊക്കെ സെഷൻസ് ടീച്ചർമാർക്ക് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വട്ട് എവർ ഇറ്റ് ബി, ടീച്ചർ പ്രാക്ടിക്കലി വളരെ അറിവുള്ള ആളാണ്, വളരെയധികം ബുക്സ് വായിച്ച അറിവുള്ള ആളാണ്, ഭയങ്കരമായിട്ട് നോളജ് ഏരിയയില് എല്ലാം ആള് വളരെ സൗണ്ട് ആണ്. ബട്ട് ബിഹേവിയർ പ്രശ്നമായി കഴിഞ്ഞാൽ കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ റഫ് ആൻഡ് ടഫ് ആണെങ്കിൽ
ദാറ്റ് വിൽ അഫക്ട് ദ ലേണിംഗ് പ്രോസസ് അല്ലേ. ഇപ്പൊ ടീച്ചേഴ്സ് ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് എലമെന്റ് തന്നെയാണ്. ആക്ടിവിറ്റീസ് പലപ്പോഴും ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, ഡിഫിക്കൽട്ട് ടു അനലൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കുട്ടികൾ വരുന്നു, അവരുടെ പാരന്റ്സും പല രീതിയിലുള്ളവരായിരിക്കും. നമുക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് സിറ്റുവേഷൻസും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാനൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഞാനായിട്ട് പോയതല്ല, അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ചപ്പോൾ എനിക്ക് ആ ഒരു എന്റെ കൊളീഗിനോട് എനിക്കത് എതിർക്കേണ്ടി വന്നതും ആ കൊളീഗ് പിന്നെ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലായിരിക്കും സംടൈംസ് നമ്മള്, എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇതൊരു സിംഗിൾ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഈ ലേണിംഗ് പ്രോസസ്സിന് എടുക്കാനായിട്ട് പറ്റില്ല. ഇതൊരു ഹോൾ ഫാമിലി ഓഫ് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ആൾക്കാർ പറയുന്നത് ഇൻജീനിയസ്, അതായത് ക്ലെവർ, ഭയങ്കര ബുദ്ധിപരമായ വളരെ കഴിവ് വേണ്ട ഒരു, ശരിയാണ്, നല്ല പൊട്ടൻഷ്യൽ വേണം, എല്ലാവർക്കും ഒന്നും പറ്റുന്ന ജോലിയല്ല ശരിക്കും ടീച്ചിങ് പറയുന്നത്. അത് അളക്കാൻ പറ്റാത്തതാണ്, ഇംമെഷറബിൾ ആണ്. പിന്നെ നമ്മള് ഒരു ഇടത്ത് വർക്ക് ചെയ്യുമ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും ഭയങ്കര എഫേർട്ട് എടുക്കണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ, പഠിപ്പിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും. ഇതിനകത്ത് കുറേ പേരുടെ കുറേയല്ല, ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് FIACS എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് പോയിന്റ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. മാം FI ആണോ FL ആണോ? ഫീലിങ്സ് ആണ്, അക്സെപ്റ്റ്സ് ഫീലിങ്സ് എന്നാണ്. സ്പെല്ലിംഗ് അല്ല, ഫീലിങ്സ് ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അല്ല മാം, ആ ഫ്ലാൻഡേഴ്സിന്റെ സ്പെല്ലിങ് FI എന്നാണ് മിസ് പറഞ്ഞത്, L എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതാ ചോദിച്ചേ. ഫ്ലാൻഡേഴ്സ് ആണെന്നാണ് ഞാൻ ഒരാളാണ് ആളുടെ കുറെ അനാലിസിസ് ഉണ്ട് അബൌട്ട് ടീച്ചേഴ്സിന്റെ ഈ ബിഹേവിയർ പാറ്റേണും അതിനെയൊക്കെ കുറിച്ചിട്ട് അനാലിസിസ് ഉണ്ട്. ഞാനിതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാം. നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. കുറച്ചധികം ഉണ്ട്, അത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ. FIACS അത് അതിന്റെ ഷോർട്ട് ഫോം ആണ്, ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം. നമ്മളുടെ അവിടെ ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് ദ കാറ്റഗറീസ്, അത് വേർഡ് ഒന്ന് ഷഫിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോളൂ. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ FLANDERS ആണ് കേട്ടോ. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം ബ്രാക്കറ്റിലെ FIACS. എഴുതിയോ? നമുക്കവിടെ സെയിം വേർഡ്സ് ഒക്കെ തന്നെ, പക്ഷെ ഒന്ന് ഷഫിൾ ആയിട്ടുണ്ട്. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം FIACS. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തു. അപ്പൊ അതിൽ പറയുന്നുണ്ട് ടീച്ചേഴ്സിന്റെ കാര്യം. ഇപ്പൊ ഫ്ലാൻഡർ പറയുന്നത് ആ ഒരു FIACS നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടൊരു വേർഡ് കാണുന്നുണ്ട്, ഇന്ററാക്ഷൻ. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ആണ്. ശരിയല്ലേ? ടീച്ചർ സ്റ്റുഡൻസ് തമ്മിൽ നല്ലൊരു ഇന്ററാക്ഷൻ വേണം. പലപ്പോഴും നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഡ്യൂ ടു നെറ്റ്വർക്ക് ഇഷ്യൂസ്. എല്ലാവരും കൂടെ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. ബട്ട് ഇനി ക്ലാസ് റൂം നമുക്കൊന്ന് വട്ടത്തിലൊക്കെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു സെഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റും, ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലാൻഡർ പറയുന്നത്, ഫ്ലാൻഡറിന്റെ ഒരു ഒപ്പീനിയനിൽ ഫ്ലാൻഡർ ഇത് ഡിഫൈൻ ചെയ്തത് ടീച്ചിങ് ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സാണ്. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടീച്ചിങ് ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സാണ്. ആ ഇന്ററാക്ഷനിൽ ആരൊക്കെ വരും? ആരൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷനാണ്? ടീച്ചർ ആൻഡ് ടീച്ചറും സ്റ്റുഡൻസും അല്ലെ?
ലേണിംഗ് പ്രോസസ്സിൽ ഇവര് രണ്ടുപേരുമാണ് വരുന്നത്, ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ ട്രെയിനറും ട്രെയിനീസും തമ്മിലുള്ള ഇന്ററാക്ഷൻ. നമ്മളത് ഗ്രൗണ്ട് ലെവലിലാണ് ചെയ്യുന്നതെങ്കിൽ പുറത്തുനിന്ന് വന്ന് വരുന്ന ഒരാൾക്ക് മനസ്സിലാകുകയില്ല ആരാണ് ട്രെയിനർ, ആരാണ് ട്രെയിനീസ്, കുട്ടികൾ ആരാണ്, അവിടെ ഫെസിലിറ്റേറ്റർ ആരാണെന്ന് മനസ്സിലാവില്ല. ആ രീതിയിലായിരിക്കും ഇന്ററാക്ഷൻ നടക്കുന്നത്. അപ്പൊ അതാണ് ഫ്ലാൻഡർ പറയുന്നത്, അതൊരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ആ ഇന്ററാക്ഷൻ ഈസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. അത് ഇന്ററാക്ഷൻ നടക്കുന്ന ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കുന്നല്ലോ. അബൌട്ട് ദ ലേണിംഗ് പ്രോസസ്, അബൌട്ട് ദ ടീച്ചിങ്, അബൌട്ട് ദ സബ്ജക്ട്, എന്താണോ അവർ പഠിക്കുന്നത് അതിനെക്കുറിച്ച് അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിലെ മുകളിൽ കയറി നിന്ന് ടീച്ചർ മാത്രം സംസാരിക്കുന്നതല്ല ഒരു ടീച്ചിങ് എന്നുള്ളത് ആണ് ഫ്ലാൻഡർ പറയുന്നത്. ഈ ഒരു പ്രോസസ്, അതായത് ഒരു നല്ല രീതിയിൽ ഒരു ലേണിംഗ് പ്രോസസ് കൊണ്ടുപോകുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഡോമിനേറ്റ് അല്ല ചെയ്യേണ്ടത്, ഇൻഫ്ലുവൻസ് ആണ് ചെയ്യേണ്ടത്. ആ ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആ ഒരു സ്റ്റുഡൻസിനെ. സ്റ്റുഡൻസ് അതുപോലെ തന്നെ ടീച്ചറുമായിട്ടും ഇന്ററാക്ട് ചെയ്യും. അവരുടെ ഇടയിൽ ഒരു തടസ്സമില്ല, ഒരു മതിലൊന്നുമില്ല, ഭയങ്കര ഓപ്പൺ ആണ്. നല്ല പോലെ കുട്ടികളും ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. അതിനുള്ള ഒരു സ്പേസും നമ്മൾ കൊടുക്കും. കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. മോണ്ടിസോറി മെത്തേഡിൽ എന്താണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് അങ്ങനൊരു കാര്യം ഉണ്ടല്ലേ, അവർക്ക് സംസാരിക്കാം. ട്രഡീഷണൽ മെത്തേഡിലോ ഇന്ത്യ പേരെഴുതി വെക്കും, അവരെങ്ങനെ സ്ട്രിക്ട്ലി ഇങ്ങനെ മിണ്ടരുത്. ബട്ട് ഇന്ററാക്ഷൻ ആണ് ടീച്ചിങ്ങിന്റെ മെയിൻ അട്രാക്ഷൻ എന്നാണ് ഫ്ലാൻഡർ പറയുന്നത്. ഇന്ററാക്ഷൻ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുണ്ട്, ബിറ്റ്വീൻ ദ സ്റ്റുഡൻസും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കും. അത് ചുമ്മാ ക്വാളിറ്റി ഇല്ലാത്ത വർത്തമാനമല്ല, ആ ടോപ്പിക്കിനെ പറ്റി അവർ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിബഡി ഇന്ററാക്ട്സ് വിത്ത് അതേഴ്സ് അല്ലെ. തമ്മിൽ എല്ലാവരും തമ്മിൽ ഇന്ററാക്ട് ചെയ്തു. ഇപ്പൊ ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾക്കൊരു പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ അന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ കുറിച്ച്, വൈവയെ കുറിച്ച് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഷെയർ ചെയ്യും അല്ലെ. ആ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നടക്കുന്നത്. ടീച്ചർ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ഒരു ടീച്ചർക്ക് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? Good manners. Yes, good manners. Giving respect and taking that respect. Yes, definitely. Sharing habits. Yes. ടീച്ചർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടികൾ, അതായത് വളരെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അതൊരു മോട്ടിവേഷൻ നൽകുന്ന ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പോ ട്രഡീഷണൽ ഇതിലെന്താ, കുട്ടികൾ കാണാതെ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരും, അവരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ പറഞ്ഞ് തലേദിവസം പേടിപ്പിച്ചിട്ടുണ്ടാവും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല. മേ ബി ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ത്രെഡ് ഇട്ട് കൊടുക്കും ടീച്ചർ, കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ദാറ്റ് വാസ് നോട്ട് റൈറ്റ്, അതും പറയാനുള്ള ഒരു ഇതുണ്ടല്ലേ, കുട്ടികൾക്കും തിരിച്ചു പറയാം. പിന്നെ ഡയറക്ഷൻസ് കൊടുക്കാം, ഒരു ഗൈഡൻസ് അതും കൊടുക്കാം. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ആണ് കൂടുതലും വേണ്ടത്, നമുക്ക് റിയാക്ഷൻ അല്ല. സോ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നു. ചില ടീച്ചർമാരെ ക്ലാസ്സിലൊക്കെ ചോദിക്കില്ലേ, എന്താ നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യാത്തെ? അവിടെ നമുക്ക് റെസ്പോൺസ്, കുട്ടികളുടെ പ്രതികരണം വേണം. ആ റിയാക്ഷൻ അല്ല, റെസ്പോൺസ്. അവർ അതിനെ അനലൈസ് ചെയ്ത് അതിന് മറുപടി പറയണം. ഒരു നമ്മൾ ഡിബേറ്റ് ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചില ആളുകൾ പറയാറുണ്ട്. നിങ്ങള് ജെൻഡറിനെ കുറിച്ചിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ആ ടോപ്പിക് ഇതുപോലെ യൂത്തില്, അതായത് കോളേജിൽ ചെന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കോളേജിൽ മാത്രമല്ല, +1 +2 ആ ലേറ്റ് അഡോളസൻസിലും കോളേജിൽ ചെന്നിട്ട് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിലും ചെന്നിട്ട് ക്ലാസ് എടുക്കണമെന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറെ എതിർത്തു. കാരണം ക്ലാസ് എടുക്കുന്നതിനല്ല, അതിലെ കുറെ കണ്ടന്റ്സ് ശരിയല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഫാമിലി എന്നുള്ള സിസ്റ്റത്തിനെ മോൾഡ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു സിലബസ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അതിലെ ചില കാര്യങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് പീരിയഡ്സ് ആകുമ്പോൾ വിളക്ക് വെക്കണം, അങ്ങനെ പറയണം എന്നുള്ളത്. ഞങ്ങൾ അത് പറയില്ല, കാരണം അത് കാലാകാലങ്ങളായി ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഫീലിങ്സിനെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്ട്ലി ചെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ ഡു സംതിങ് ലൈക്ക്
അങ്ങനെയുള്ളവരെ ഒരു അവര് എന്താ പറയാ, അവരെ തൊടാൻ പാടില്ല, അതിനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഇതിങ്ങനെ നിങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചില ബിലീഫ് ചിലതിനെയൊക്കെ നമ്മള്, ഞാൻ ചെറുപ്പം തുടങ്ങി അത് ശീലിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും അതൊന്നും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആരുടെയും ബിലീഫിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാം അങ്ങ് നിന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഒന്നുകൂടെ റീവർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നു. ഇതിന്റെ പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ കാര്യവട്ടം എന്ന ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ട്രെയിനിങ്. കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലെ കുറെ കുട്ടികളെ, സോഷ്യോളജി സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന കുട്ടികളെ ആയിരുന്നു പൈലറ്റ്. ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് അപ്ലൈ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അവരെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ അവർ വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് എതിർത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ലത് ചീത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യില്ലേ. ഒരു പറയുന്നത് നല്ല ഗുഡ് ഓർ ബാഡ്, നമ്മളുടെ ട്രെയിനിങ്ങിൽ അതില്ല കേട്ടോ. പക്ഷെ നമ്മളുടെ പല ട്രെയിനേഴ്സും അറിയാതെ അതങ്ങ് യൂസ് ചെയ്തു പോയി. അപ്പൊ അത് അറിയാതെ അവരുടെ വായിൽ നിന്ന് വന്നു. ഡെഫിനറ്റ്ലി നമ്മളുടെ ഉള്ളിൽ നിന്ന് വരും നല്ല കുട്ടി മോശം കുട്ടി എന്ന്. നമ്മൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലും ഇല്ലല്ലോ, നോർമലൈസ്ഡ് ഡീവിയേറ്റഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ഗുഡ് ഓർ ബാഡ് എന്നല്ല പറയുന്നത്, ഡീവിയേറ്റഡ് ആണ് ഡ്യൂ ടു സം റീസൺസ് ആൻഡ് ആക്ടിവിറ്റീസ് കൊടുത്ത് നമ്മൾ നോർമലൈസ്ഡ് ആക്കുന്നു രീതിയിൽ. അപ്പൊ ഇവിടെ ഗുഡ് ഓർ ബാഡ് എന്ന് ഞങ്ങളുടെ ചില ട്രെയിനീസ് അറിയാതെ പറഞ്ഞുപോയി. ചില കാര്യങ്ങളിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. അത് ഞങ്ങൾക്കൊരു പാടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ട്രെയിനിങ്ങിന് പിന്നെ ചെല്ലുമ്പോൾ ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. അതാണ് ക്രിട്ടിസൈസ് ചെയ്യണം, റെസ്പോൺസ് കൊടുക്കണം, കുട്ടികളാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും. ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം എന്നാണ് ഫ്ലാൻഡേഴ്സ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇന്ററാക്ഷൻ അനാലിസിസിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എനിക്ക് നമുക്ക് ഈ മാസം പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും തോന്നുന്നു. പെട്ടെന്ന് പോകുന്നില്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ? റീഡ് ചെയ്യിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് കുഴപ്പമുണ്ടോ ഈ മെത്തേഡ്? ഇല്ല മാം. മാം ഈ മന്ത് തന്നെ നമ്മുടെ PGയുടെ ക്ലാസ്സസ് ഫിനിഷ് ആവും മാം? ഫിനിഷ് ആവും. ലാസ്റ്റ് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാനാ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷന്റെ തിരക്കൊന്ന് മാറുമ്പോൾ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാട്ടോ. കാരണം PGയുടെ മോക്ക് ടെസ്റ്റ് ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സമയം എടുക്കും. പിന്നെ സമയം ഉണ്ടെങ്കിൽ മെയിൻ എക്സാം ആണോ മിസ്? മെയിൻ എക്സാം ആണോ ഈ മാസം ലാസ്റ്റ് PGയുടെ? MT1, 2, 1 PGയുടെ മെയിൻ എക്സാം, ഒരു മോഡൽ എക്സാം തരാം, അങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. എല്ലാവരുടെ അല്ലല്ലോ. അതെ അതെ, ഇവർക്ക് മാത്രം ആദ്യം നടത്തും. നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് മതിയല്ലോ. ഇവർക്ക് അങ്ങ് നടത്താം, കാരണം വാല്യൂ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അത് നോക്കാം എങ്ങനെയാന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൂടെ പറയുന്നതനുസരിച്ച്. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, സമയം കിട്ടുമ്പോ എനിക്ക് തോന്നുന്നു 1, 2, 3 MT1, 2, 1, 3 ബാച്ചുകാർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ളവര് 4കാർക്ക് മോഡൽ എക്സാം ആണല്ലേ. അപ്പൊ 5th ബാച്ചിലുള്ള കുട്ടികൾ ഒരു കാര്യം ചെയ്യേണ്ടത്, സൂപ്പർവിഷൻ എന്നുള്ള ചാപ്റ്റർ എടുക്കുക. അതിനകത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് വരുമ്പോഴേക്കും കുറെ ഓതേഴ്സിന്റെ പേര് കാണും. അവര് സൂപ്പർവിഷനെ കുറിച്ച്, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനെ കുറിച്ച് അവരെഴുതിയ ബുക്സിനെ പറ്റി 2-3 സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ ഉണ്ട്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആ ഓതേഴ്സിനെ, MT5കാരോടാണ്, നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാ പറയാത്തത്, നിങ്ങൾക്ക് ചെയ്യണം തോന്നുവാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. ആ ഓതേഴ്സിനെ കുറിച്ച് അവരെ എഴുതിയ ബുക്കിനെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്തൊന്ന് വരും. നമുക്ക് അസൈൻമെന്റ് അല്ലെങ്കിൽ ആരെങ്കിലും സെമിനാർ എടുക്കുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്ന് ക്ലാസ്സിൽ വന്നിട്ടൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ദെൻ ബൈ. താങ്ക് യു മാം. താങ്ക് യു. അവിടെ കുറെ പേരുണ്ടല്ലോ. വെക്കേഷൻ ക്ലാസ് കേൾക്കുവാണോ? മാം സബ്ജക്ട് ഏതായിരുന്നു ഇപ്പൊ പറഞ്ഞത്? സൂപ്പർ ഞാൻ പറഞ്ഞത് ലക്ഷ്മി, അതായത് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 5 അല്ലേ? ഓക്കെ. ചാപ്റ്റർ 5 പേജ് നമ്പർ 79 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതില് നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ ഇങ്ങനെ വായിച്ച് വരുമ്പോ കുറച്ച് ഓതേഴ്സിന്റെ പേരുണ്ട്. പല പേരും ഇത്തിരി മിസ്റ്റേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും അവരുടെ കറക്റ്റ് പേര് വരും. അവർ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനെ കുറിച്ചിട്ട് ബുക്സുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അസൈൻമെന്റ് അതാണ് അവർ എഴുതിയിരിക്കുന്ന ബുക്കിനെ കുറിച്ചൊരു റിവ്യൂ.
കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ബുക്ക് വാങ്ങണമെന്നില്ല. ആ ബുക്ക് ഏതാണ്, അവരുടെ കറക്റ്റ് പേര്, അവർ ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റിലുണ്ട്. കൂടാതെ എന്തെങ്കിലും അഡീഷണൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വരും. നമ്മൾ അതൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതാൻ പോവാണ്. എഡ്യൂക്കേഷൻ സൂപ്പർവിഷനെ കുറിച്ച് ഈ ഓതേഴ്സിന്റെ ബുക്കിൽ ആ ബുക്ക് റീഡിംഗ് റിവ്യൂ പോലെ. അത് സെമിനാർ ആയിട്ട് ആരെങ്കിലും എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ സെമിനാർ എടുക്കണം. പക്ഷെ ബാക്കിയുള്ളവർ അത് അസൈൻമെന്റ് ആയിട്ട് വെക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ കൺസെപ്റ്റ് തുടങ്ങുമ്പോഴാണ് ഈ ഓരോ പാരഗ്രാഫിലും ഓരോ ഓതർമാരെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്, അതൊക്കെ നമുക്ക് കിട്ടും, കറക്റ്റ് കിട്ടും. ഗൂഗിൾ അത് കറക്റ്റ് ആക്കി തരും. ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ, സമയമില്ല പറയാൻ. ഓക്കെ ഫൈൻ. അപ്പൊ എക്സാം എഴുതുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. Thank you, ma'am. Thank you, Miss.